സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധികയാണെങ്കിൽ വരനോട് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള സങ്കടങ്ങളൊക്കെ പറയണേ. അവിടെ എന്തോ ഒരു സ്റ്റാഫ് ഉണ്ടാകും. അത്ര സെലിബ്രിറ്റിയായ ഷാമ മേഡത്തെ പോലെ ഒരാളോടെ ഉള്ളപ്പോൾ അവരാരും എന്താ എൻ്റെ അമ്മയൊന്ന് രക്ഷിക്കാൻ പോലും ശ്രമിക്കാത്തത്? അമ്മ അവിടെ ഉള്ള കാര്യം അവരാരും എന്താ പുറത്തു പറയാതെ മറച്ചു വെക്കുന്നത്? അന്നേരം വരൻ പറയണേ, എടോ, ആ സ്ഥാപനം നടത്തുന്നത് എങ്ങനെയുള്ള ആളാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് മനസ്സിലായതല്ലേ? അങ്ങനെയുള്ളൊരു സ്ഥാപനത്തിൽ അങ്ങനെ ആത്മാർത്ഥതയോടുകൂടി പണിയെടുക്കുന്ന ആൾക്കാരെ വെക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ലേ അങ്ങേര് ജോലിക്കെടുക്കുകയുള്ളൂ. അതുമാത്രമല്ല, അവിടെ അല്പമെങ്കിലും മനുഷ്യപ്പറ്റും സത്യസന്ധതയുള്ളവർ ഉണ്ടെന്ന് തന്നെ വിചാരിക്കാം. പക്ഷെ അവർക്കൊരിക്കലും സത്യം പറയാൻ പറ്റുമോ? അവരെയും ഭയപ്പെടുത്തിയല്ലേ അവർ നിർത്തുള്ളൂ. താൻ എന്താണെങ്കിലും അക്കാര്യത്തെക്കുറിച്ചൊന്നും ഓർത്ത് മനസ്സിങ്ങനെ വിഷമിപ്പിക്കാതിരിക്കും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, തൻ്റെ അമ്മയുണ്ടല്ലോ, ദൈവങ്ങൾ അങ്ങനെ കൈവിട്ട് കളയുകയൊന്നുമില്ല. ഈ ഗായികമാർക്ക് ദൈവം തൊട്ടവരാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അതുപോലെ തൻ്റെ അമ്മയും ദൈവം തൊട്ടത് തന്നെയാണ്. ദൈവത്തിൻ്റെ കരം അതുകൊണ്ട് തൻ്റെ അമ്മയോടൊപ്പം തന്നെ ഉണ്ടാകും. ചില പരീക്ഷണങ്ങളൊക്കെ ഇപ്പം നമുക്ക് നേരിടേണ്ടി വന്നിരിക്കും. തനിക്ക് തൻ്റെ അമ്മയെ അകന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവും. പക്ഷേ താൻ നോക്കിക്കോ, ഒരു ദിവസം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളൊന്നിക്കും. ഒന്നെങ്കിൽ അമ്മ തൻ്റെ അരികിലേക്കോ അല്ലെങ്കിൽ താൻ അമ്മയെ കണ്ടെത്തി അമ്മയുടെ അരികിലേക്കോ, അങ്ങനെ നിങ്ങളൊന്നിച്ചിരിക്കും. ആ ഒരൊറ്റ വിശ്വാസം എനിക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് തൽക്കാലം ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. എന്നിട്ട് കണ്ണടച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. പിന്നീട് കണ്ണ് തുറന്ന് തൻ്റെ അമ്മയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുന്ന നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക. എന്തിനും ഏതിനും കൂട്ടായിട്ട് ഞാനില്ലേ തൻ്റെ കൂടെ? എന്താ ഇപ്പം സങ്കടമൊക്കെ മാറിയോ? അങ്ങനെ വരുണിൻ്റെ ആ വാക്കുകളൊക്കെ കേൾക്കുന്നതും രാധയൊക്കെ സന്തോഷമാകണേ. എൻ്റെ ഒപ്പം ഏത് പ്രതിസന്ധിയിലും എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരണുള്ളതാ എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. അങ്ങനെ പറഞ്ഞ് വരനെ കെട്ടിപ്പിടിക്കുവാണ്ടോ രാധിക. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ കണിമംഗലത്ത് പൂജാരിനെ സഹായിക്കുന്ന ആളുമൊക്കെ എത്തുന്നുണ്ട്. അവരവിടെ പൂജക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. ചന്ദ്രശേഖരനും സാറയൊക്കെ അതെല്ലാം നോക്കി അരികെ തന്നെ നിൽക്കുന്നുണ്ടാവും. ഈ സമയം തിരുമേനി ചോദിക്കുന്നുണ്ട്, അല്ല, പൂജ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ എത്താറായില്ലേ? അവരിന്നെത്തില്ലേ? ആ, എത്തും തിരുമേനി എന്ന് ചന്ദ്രശേഖരൻ പറയുവാണ്. എന്നിട്ട് ടെൻഷനോട് കൂടി ചന്ദ്രശേഖരനും സാറേ മുകളിലത്തെ റൂമിലേക്ക് പോകുവാണ് കേട്ടോ. ഇതേ സമയം ഉർവശിയാണെങ്കിൽ ഗൗതത്തിൻ്റെ റൂമിലിരിക്കുമായിരിക്കും. അന്നേരം ഉർവശി പറയുന്നുണ്ട്, അവിടെ താഴെ പൂജാരിയൊക്കെ വന്നിട്ടുണ്ട്, പൂജകളൊരുക്കങ്ങൾ നടക്കുമോ? ഞാനെന്താണെങ്കിലും അങ്ങോട്ട് പോകുന്നില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ആ സാറയാണെങ്കിൽ ഓരോന്നൊക്കെ പറഞ്ഞ് എന്നെ തലയിൽ കയറാൻ വരും. വെറുതെ ഒരു പ്രശ്നത്തിനായിട്ട് പോകണ്ടല്ലോ. അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴായിരിക്കും കേട്ടോ സാറേ ചന്ദ്രശേഖരനും കൂടി റൂമിലേക്ക് കയറി വരുന്നത്. ഈ സമയം സാറ് ചോദിക്കുന്നുണ്ട്, അവിടെ പൂജാകർമ്മങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ രാധികയും ചന്ദ്രൻ്റെ അമ്മയോട് എത്തണം. അവരെന്താ എത്തില്ലേ? അന്നേരം ഉർവശി പറയണേ, അവർ വരില്ല എന്ന് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അന്നേരം സാറ പറയണേ, ഈ പൂജ ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല, അതിന് ഞാൻ സമ്മതിക്കില്ല. ഇതൊക്കെ എന്തിനു എന്നോട് പറയുന്നേ? ഞാനെന്താ ചെയ്യാൻ്റേത് എന്നും പറഞ്ഞ് ഉർവശി ദേഷ്യപ്പെടുവാണ് കേട്ടോ. അത് കേൾക്കുന്നതും സാറ് നിയന്ത്രണം വിട്ട് ഉർവശിനെ തല്ലാനായിട്ട് കയ്യോങ്ങുവാണ്. അന്നേരം ഗൗതം തടഞ്ഞുകൊണ്ട് പറയണേ, നിർത്ത്, എൻ്റെ അമ്മയെ തല്ലാൻ നിങ്ങളാരാ? അതിന് നിങ്ങൾക്ക് എന്തവകാശമുള്ളത്? എൻ്റെ അമ്മയുടെ ദേഹത്ത് നിങ്ങൾ തൊട്ടു പോകരുത്. ഗൗതത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുന്നതും ചന്ദ്രശേഖർ ഓടിച്ചെന്ന് ഗൗതത്തിൻ്റെ കാരണത്തിട്ട് തന്നെ ഒന്ന് പൊട്ടിക്കുക. എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് നീ സാറാ മേഡത്തിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ എതിർത്ത് സംസാരിക്കുന്നത്? നീ എന്ത് കേട്ടിട്ടാണ് ഇങ്ങനെ അഹങ്കരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും നീ 4 നേരം തിന്നും കുടിച്ചും ഈ വീട്ടിൽ ജീവിക്കുന്നുണ്ടെങ്കിലേ അത് സാറാ മേഡത്തിൻ്റെ ഔദാര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഇവിടെ സാറാ മേഡം പറയുന്ന വാക്കുകൾ മാത്രമേ നടക്കുകയുള്ളൂ. അതിനെ എതിർക്കാൻ നിന്നാലുണ്ടല്ലോ, നിനക്കും നിൻ്റെ അമ്മയുടെ ഒപ്പം എന്നേക്കുമായിട്ട് കണിമംഗലത്തിന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നീ കാണുന്ന ഈ സൗഭാഗ്യങ്ങളൊന്നും അനുഭവിച്ച് പിന്നെ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. പുറത്തിറങ്ങി നിൻ്റെ അമ്മക്കൊപ്പം ഇരുന്ന് തെണ്ടേണ്ടി വരും. അന്നേരം സാറ പറയണേ, ചന്ദ്രശേഖര, ഇനി ഒരു നിമിഷം പോലും. ഈ സമയം സാറ ഉർവശിയോട് പറയണേ, ഇനി ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കണ്ട. ആ രാധികയും ചന്ദ്രൻ്റെ അമ്മയും ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. ഇപ്പം തന്നെ നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കോളണം. അന്നേരം ഉർവശിയാണെങ്കിൽ എന്തു ചെയ്യണം എന്നറിയാതെ ദയനീയമായിട്ട് ചന്ദ്രശേഖരനെ നോക്കുവാണ്. അത് കാണുന്നതും ചന്ദ്രശേഖരൻ പറയണേ, എന്തിനാ എന്നെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ കുടുംബത്തിൽ തീരുമാനം എടുക്കുന്നത് സാറയാണ്. സാറ പറഞ്ഞത് കേട്ടല്ലോ, അതല്ലാതെ എനിക്കും മറ്റൊന്നും പറയാനില്ല. അങ്ങനെ ഉർവശിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാണ് കേട്ടോ. ഈ സമയം സാറ ഗൗതമിനോട് പറയുന്നുണ്ട്, ഗൗതം, ഉർവശിയേക്കാളും മുമ്പ് ഞാൻ ആരാണെന്നും എൻ്റെ സ്വഭാവം എന്താണെന്നും മനസ്സിലാക്കിയതാ നീ. എന്നിട്ടും നീ എനിക്കെതിരെ സംസാരിച്ചു. ഒരു കാര്യം ഓർത്തോ, എനിക്കെതിരെ സംസാരിച്ചുകൊണ്ട് നിനക്ക് കണിമംഗലത്ത് തുടർന്നു പോകാൻ പറ്റില്ല. അക്കാര്യം ഓർമ്മയുണ്ടായാൽ കൊള്ളാം. അങ്ങനെ പറഞ്ഞിട്ട്
സാർ അവിടെ നിന്ന് പോകുവാണ്. പിന്നാലെ ചന്ദ്രശേഖരന് പോകുവാണ് കേട്ടോ. അന്നേരം ഗൗതമാണെങ്കിൽ അതെല്ലാം കണ്ടും കേട്ടും ഒന്നും പ്രതികരിക്കാനാവാതെ ദേഷ്യത്തിൽ അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ പൊതിച്ചോറൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചെത്തുന്ന രാധികേനെയാണ് കേട്ടോ. ഈ സമയം രാധികയുടെ ഫോണിലേക്ക് കൽപ്പന വിളിക്കുന്നുണ്ട്. ആ ഏട്ടത്തി പറയ് രാധികെ, നീ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വല്ലതും അറിയുന്നുണ്ടോ? എന്തു പറ്റി ഏട്ടത്തി? അതെ, ഇവിടെ നിന്ന് ചെറിയമ്മേനെ ആ സാറ പുറത്താക്കി. സത്യമാണോ പറയുന്നത്? അതേന്നെ, ഇന്നിവിടെ പൂജ നടക്കുവാണല്ലോ. പൂജയ്ക്ക് നീയും അമ്മയും ഇവിടെ എത്തണം എന്നാണ് സാറ പറഞ്ഞിട്ടുള്ളത്. സാറ മാഡം പറഞ്ഞ ആ വാക്ക് പൂർത്തിയാക്കാൻ ചെറിയമ്മയെ കൊണ്ടായില്ലല്ലോ. അത് കാരണം ഒരു ദയം ദാക്ഷിണ്യം ഇല്ലാതെ ചെറിയമ്മയോട് നിന്ന് അടിച്ചിറക്കി വിട്ടിരിക്കുവാണ്. ചെറിയച്ഛനും സാറ മാഡം പറഞ്ഞ വാക്കുകൾക്ക് അനുകൂലമായിട്ട് ഒന്നും മിണ്ടാതെ കൂടെ നിന്നു. അത് പാവം ചെറിയമ്മയെ തളർത്തി കളഞ്ഞു. കുറേ നേരം ഇവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. എന്നിട്ട് ചെറിയമ്മ എങ്ങോട്ട് പോയി? എങ്ങോട്ട് പോകാൻ? ചെറിയമ്മക്ക് പോകാൻ വേറെ സ്ഥലമൊന്നുമില്ലല്ലോ. ഇതിൻ്റെ മുറ്റത്ത് തന്നെ ആ ഗേറ്റിൻ്റെ അവിടെ തന്നെ പറ്റിപ്പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിലും ചെറിയമ്മയും ഞാനും ഒക്കെ ഇതൊക്കെ അർഹിക്കുന്നത് തന്നെയാണ്. അത്തരം വലിയ തെറ്റുകളാണല്ലോ ഞങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇപ്പം ചെറിയമ്മ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. ഇനി അധികം വൈകാതെ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും. എടുത്തി അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക. അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന്. എന്നാൽ ശരി രാധികെ, അങ്ങനെ പറഞ്ഞ കൽപ്പന ഫോൺ കട്ട് ചെയ്യുവാണ്. പിന്നീട് കാണിക്കുന്നത് ഉർവശി കണിമംഗലത്തിൻ്റെ പുറത്തെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഗൗതത്തിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതാ. മോനെ, നിൻ്റെ അച്ഛൻ സാറാ മാഡത്തിൻ്റെ ഒപ്പം നിന്ന് എന്നെ അവിടെ നിന്ന് പുറത്താക്കി. നിൻ്റെ അച്ഛൻ വല്ലാതെ മാറിപ്പോയി. ഇപ്പോൾ സാറാ മാഡത്തിൻ്റെ ഒരു കളിപ്പാവ് മാത്രമാണ് അദ്ദേഹം. മുമ്പൊക്കെ സ്വപ്നങ്ങൾ കണ്ടു നടന്ന കാലത്ത് നിൻ്റെ അച്ഛന് എന്നോട് എന്തൊരു ഇഷ്ടമായിരുന്നെന്നോ. എന്നാൽ ഇപ്പോൾ ആ സ്വപ്നങ്ങളെല്ലാം നേടിയെടുത്തപ്പോൾ നിൻ്റെ അച്ഛന് ഞാനൊരു ഭാരമായി. എന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ട. എനിക്കെന്തെങ്കിലും സങ്കടമൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ നിന്നെയാണ് ഫോണിൽ വിളിച്ച് പറയുന്നത്. ഇപ്പോൾ ഞാൻ നിന്നോട് തന്നെ ചോദിക്കുക, ഇനി അമ്മ എന്താ ചെയ്യേണ്ടത്? അമ്മ എങ്ങോട്ടാണ് പോകേണ്ടത്? അന്നേരം ഗൗതമാണെങ്കിൽ ഉർവശിനെ കൈയൊഴിയുവാണ്. അമ്മ ഈ കാര്യമൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിട്ട് എന്താ പ്രയോജനം? എനിക്ക് അച്ഛൻ പറയുന്നത് അനുസരിക്കുകയല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല. എനിക്കെവിടെയാണോ നേട്ടം ഉണ്ടാകുന്നത് എനിക്ക് അവിടെയല്ലേ നിൽക്കാൻ പറ്റൂ. കണിമംഗലത്തെ ചന്ദ്രശേഖരൻ്റെ മകനായിട്ട് ജീവിക്കുന്നതിലാണ് എനിക്ക് നേട്ടമുള്ളത്. അല്ലാതെ എല്ലാം വിട്ടെറിഞ്ഞ് ഞാനിപ്പോൾ അമ്മക്കൊപ്പം വന്നു കഴിഞ്ഞാൽ അമ്മയുടെ ഒപ്പം തെരുവിലിരുന്ന് തെണ്ടേണ്ടി വരും. എനിക്കതിന് പറ്റില്ല. അമ്മ എന്നെ വിട്ടേക്ക്. ഗൗതത്തിൻ്റെ ഈ മറുപടിയും കൂടി കേൾക്കുന്നതോടെ ഉർവശിയാകെ തകർന്നു പോകുക. മോനെ, എനിക്ക് തെറ്റുപറ്റിയതാ. ഞാൻ നിന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഇനി ഞാൻ ഒരിക്കലും നിന്നെ ശല്യപ്പെടുത്താനായിട്ട് വിളിക്കില്ല. അങ്ങനെ പറഞ്ഞ സങ്കടത്തോടെ ഉർവശി ഫോൺ കട്ട് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഉർവശി അവിടെ നിന്ന് മുമ്പോട്ട് നടക്കുവാണ്. ഈ സമയത്തായിരിക്കും ഓട്ടോറിക്ഷയിൽ രാധികയും ജയഭാരതിയമ്മയും അവിടെ എത്തുന്നത് കേട്ടോ. അവരങ്ങനെ ഉർവശിയുടെ അരികിലേക്ക് വരുവാണ്. അവരെ കാണുന്നതും ഉർവശിക്ക് സന്തോഷമാകുക. അമ്മേ, രാധിക മോളെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ വിളിക്കുവാണ്. അത് കേൾക്കുന്നതും മുത്തശ്ശി പറയണേ, അതെ ഉർവശി, നിൻ്റെ അഭിനയ പ്രകടനങ്ങളൊന്നും ഞങ്ങളുടെ മുമ്പിൽ വേണ്ട. നിനക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. ഒന്നുമില്ലെങ്കിലും ഈ കണിമംഗലം കുടുംബം എൻ്റെ കുടുംബമാണ്. ആ കുടുംബം തകർന്ന് നശിക്കുന്നത് കണ്ടു നിൽക്കാനേ ഞങ്ങൾക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ രാധികമോളെയും കൂട്ടി ഇവിടെ എത്തിയത്. ഇവിടെ വന്നു കയറിയ നാൾ മുതൽ നീ എൻ്റെ രാധികമോളോട് പല ദ്രോഹങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നിൻ്റെ സ്ഥിതി എന്തായെന്ന് കണ്ടില്ലേ? കണിമംഗലത്ത് പുറത്തായി നിൻ്റെ സ്ഥാനം. ഇവിടെ നിന്ന് നിന്നെ രക്ഷിക്കാൻ എൻ്റെ രാധികമോള് തന്നെ വേണ്ടി വന്നില്ലേ? നീയൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നറിയാം. എന്നാലും പറയാനുള്ളതെല്ലാം മുഖത്ത് നോക്കി തന്നെ പറഞ്ഞ ഈ ജയഭാരതിയുടെ ശീലം. ഇതേസമയം അവിടെ അകത്ത് പൂജാരി അവിടെ പൂജയുടെ കർമ്മങ്ങളോ ഒരുക്കങ്ങളോ ഒക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അന്നേരം സാറ ടെൻഷനിൽ ചന്ദ്രശേഖരനോട് ചോദിക്കണേ, ചന്ദ്രു, അവരിതുവരെ എത്തിയില്ലല്ലോ. ഇനി എത്താനും പോകുന്നില്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ എന്തു ചെയ്യും? പൂജ മുടങ്ങില്ലേ? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, സാറാ വിഷമിക്കാതിരിക്കുക. നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് തിരുമേനിയോട് ചോദിക്കാം. അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ രാധികയും മുത്തശ്ശിയും കൂടി ഉർവശിക്കൊപ്പം അകത്തേക്ക് കയറി വരുന്നത് അവർ കാണുന്നത്. അങ്ങനെ രാധികേനെയും മുത്തശ്ശീനെയും കാണുന്നതും സാർക്ക് സന്തോഷമാകുവാണ്. ഈ സമയം പരമേശ്വരനും പത്മിനിക്കും ഒക്കെ ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ രാധികയുടെ അമ്മയുടെ അരികിലേക്ക് സന്തോഷത്തോടെ പോകുവാണ് കേട്ടോ പത്മിനിയും പരമേശ്വരനും കൽപ്പനയൊക്കെ. ഈ സമയം അവിടെ നിൽക്കുന്ന ഉർവശീനെ നോക്കിക്കൊണ്ട് പത്മിനി പറയണേ, ഉർവശി, ഇപ്പം എന്തായി? അവസാനം കണിമംഗലത്ത് നിന്ന് പുറത്തായ നിന്നെയോട് തിരികെ എത്തിക്കാനായിട്ട് രാധികമോള് തന്നെ വേണ്ടി വന്നില്ലേ? ഈ സമയം ജയഭാരതി അമ്മ ചന്ദ്രശേഖരനോട് ചോദിക്കണേ, ചന്ദ്രശേഖര, നിനക്കെന്താ ഒന്നും പറയാനില്ലേ? അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, ഞാനെന്ത് പറയാനാ? ഇവിടെ പൂജാകർമ്മങ്ങളൊക്കെ നടത്തുന്നതും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടതും തിരുമേനിയല്ലേ? അല്ല, ഞാൻ അതിനെക്കുറിച്ചല്ല നിന്നോട് ചോദിച്ചത്. നീയാണല്ലോ രാധിക ഇവിടെ നിന്നും അടിച്ചിറക്കി വിട്ടത്. അങ്ങനെയുള്ള രാധികയെ പൂജ നടത്താനായിട്ട് ഇവിടെ തിരികെ കൊണ്ടുവന്നിരിക്കുകയല്ലേ? അപ്പോൾ നീ തന്നെയല്ലേ അവളിവിടെ നിൽക്കണോ വേണ്ടയോ പൂജ നടത്തണോ എന്നുള്ള കാര്യം പറയേണ്ടത്? എന്താ നിനക്ക് പറയാനുള്ളത്?
കുടുംബത്തിൻ്റെ പുതിയ ഓണർ എന്ന നിലയിൽ സാറാ മാഡത്തിനും പറയാൻ കേട്ടോ. അന്നേരം സാറ പറയണേ, എന്ത് തന്നെയാണെങ്കിലും കുടുംബത്തിനൊരു ദോഷമുണ്ടെങ്കിൽ അത് മാറ്റേണ്ടത് എല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് തന്നെയല്ലേ. ഈ സമയം മുത്തശ്ശി പറയണേ, ഇവിടെ പല ദോഷങ്ങളും ഉണ്ടാകും. കാരണം പലരുടെയും കണ്ണീര് വീഴ്ത്തിക്കൊണ്ടല്ലേ നിങ്ങളിവിടെ ഈ വീട് വെട്ടിപ്പിടിച്ചത്. എല്ലാം വെട്ടിപ്പിടിച്ച് എല്ലാം കീഴടക്കി എന്നുള്ള ചിന്തയിൽ അഹങ്കരിച്ച് നടക്കുമായിരുന്നല്ലോ നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഒന്നും നേടിയിട്ടില്ല. ഇപ്പോഴും നിങ്ങളുടെയൊക്കെ സ്ഥാനം എൻ്റെ രാധിക മോളുടെ കാൽച്ചുവട്ടില്ല. അതുകൊണ്ടല്ലേ അവസാനം നിങ്ങൾക്ക് എൻ്റെ മോളെ തന്നെ വിളിക്കേണ്ടി വന്നത്. അന്നേരം രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവർ വേദനിപ്പിച്ച് കളയല്ലേ. ഞാനിങ്ങോട്ട് തിരിച്ചു വന്നത് അല്ലെങ്കിലും ഇവർക്ക് വേണ്ടിയല്ല. എൻ്റെ വരണിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന വീടായത്. അവർ താമസിക്കുന്ന വീടിന് ഒരു ദോഷം ഉണ്ടാകാൻ പാടില്ല. അവർ താമസിക്കുന്ന സ്ഥലത്ത് നന്മ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അതിനുവേണ്ടി എനിക്ക് ഈ പൂജയിൽ പങ്കെടുത്തല്ലേ പറ്റുള്ളൂ. ഈ സമയം തിരുമേനി പറയുന്നുണ്ട്, പൂജ ചെയ്യാൻ തയ്യാറാണെങ്കിൽ കുട്ടി ഇവിടെ വന്നിരുന്നോളൂ. അതിനെന്താ തിരുമേനി, ഞാൻ വരാം. അങ്ങനെ പറഞ്ഞ് രാധിക അവിടെ പീഠത്തിന്മേലിരിക്കുവാണ്. അതിനുശേഷം പൂജാരി പറഞ്ഞതുപോലെ പൂക്കളെടുത്ത് ആ തുളസി ചെടിയിലേക്കും അതുപോലെ ആ വിഗ്രഹത്തിലേക്കും ഒക്കെ ഇടുകയും പൂജാരി പറഞ്ഞ എല്ലാ കർമ്മങ്ങളും പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി അതെല്ലാം നോക്കി നിൽക്കുവാണ്. അങ്ങനെ പൂജാകർമ്മങ്ങളെല്ലാം പൂർത്തിയായതിനു ശേഷം തിരുമേനി എല്ലാവർക്കും തൊട്ട് തൊഴാനുള്ള ആരതിയൊക്കെ എടുത്തു കൊടുക്കുവാണ്. അങ്ങനെ അവരതെല്ലാം ആരതി തൊടുത്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം രാധികയുടെ കയ്യിലേക്ക് പുതിയതായിട്ട് അവിടെ തുളസി തറ സ്ഥാപിക്കാനുള്ള തുളസിയുടെ ചെടി രാധികയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ്. പ്രാർത്ഥനയോടുകൂടി രാധിക അത് സ്വീകരിച്ച് അതുമായിട്ട് പുറത്തേക്ക് പോകുവാണ്. അങ്ങനെ എല്ലാവരും മുറ്റത്തെത്തുന്നുണ്ട് കേട്ടോ. ഈ സമയം രാധികയാണെങ്കിൽ അവിടെ തുളസി ചെടിയിൽ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് പുതിയ ചെടി സ്ഥാപിക്കുകയും അതിൽ വെള്ളവും മണ്ണും ഒക്കെ ഇട്ടൊഴിക്ക് പൂജ വളരെ ഭംഗിയായിട്ട് പൂർത്തിയാകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. അങ്ങനെ പൂജയൊക്കെ പൂർത്തിയായിട്ട് രാധികയും മുത്തശ്ശിയും കൂടി അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമായിരിക്കും. ഇറങ്ങുന്നതിന് മുമ്പ് രാധിക സാറയെ നല്ല രീതിക്ക് വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. രാധികയുടെ ആ വാക്കുകളൊക്കെ കേട്ട് കാലി ഇളകി നിൽക്കുവാണ്ടോ സാറ. അങ്ങനെ രാധിക മുത്തശ്ശിനെയും കൂട്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം സാറയാണെങ്കിൽ ദേഷ്യത്തിലുള്ള റൂമിലേക്ക് ചെല്ലുവാണ്. പിന്നാലെ സാറെ ആശ്വസിപ്പിക്കാനായിട്ട് ചന്ദ്രശേഖരനും ചെല്ലുന്നുണ്ട്. അന്നേരം സാറ് ദേഷ്യത്തിൽ പറയണേ, എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് ഇറങ്ങാൻ നേരം അവൾ പറഞ്ഞത് കേട്ടില്ലേ, തെറ്റ് ചെയ്തവരെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചിരിക്കുമെന്ന്. അന്നേരം ചന്ദ്രശേഖരൻ പറയുന്നുണ്ട്, സാറാ അവളുടെ വെല്ലുവിളിയൊന്നും താൻ കാര്യമാക്കാൻ നിൽക്കണ്ട. പിന്നീട് കാണിക്കുന്നത് രാധികയും വരുണും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. വരുണാണെങ്കിൽ രാധിക കണിമംഗലത്ത് പോയതും ആ പൂജ ചെയ്യാൻ പോയതൊന്നും അധികം ഇഷ്ടമില്ല. അതിനെക്കുറിച്ച് വരുൺ പരിഭവം പറയുവാണ്. അന്നേരം രാധിക പറയുന്നുണ്ട്, വരുൺ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഞാൻ പോയത്. നമ്മൾ ഈ അലയുന്നതും കഷ്ടപ്പെടുന്നതൊക്കെ എന്തിനാ? നമ്മുടെ കാര്യം കണിമംഗലം തിരിച്ചു പിടിക്കാനല്ലേ. അങ്ങനെയെല്ലാം തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ കണിമംഗലം ഒരു ദോഷവും കൂടാതെ ഐശ്വര്യത്തോടു കൂടി അവിടെ ഉണ്ടാവണ്ടേ. അപ്പം പിന്നെ ഈ പൂജയിൽ ഞാൻ പങ്കെടുത്തല്ലേ പറ്റുള്ളൂ. പിന്നീട് കാണിക്കുന്നത് മെൻ്റൽ ഹോസ്പിറ്റലാണ് കേട്ടോ. അവിടെ ശ്യാമയാമൃതയും ബോധമില്ലാതെ റൂമിൽ കിടന്നുറങ്ങുമായിരിക്കും. ഈ സമയം ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ഷർട്ടും മുണ്ടും ഒക്കെ ധരിച്ച ഒരാൾ വരുന്ന ഒരു സീൻ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അത് ആരാണെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ. ഇനി ഇപ്പോൾ വരുന്ന ആൾ ശ്യാമയുടെ ശത്രുവാണോ അതോ മിത്രമാണോ, ഇതൊക്കെ അറിയാനായിട്ട് നമുക്ക് എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്